Hello, good morning. Good morning. Sound iya, Arku? ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും എനിക്ക് തിരിച്ചു കേൾക്കണോട്ടാ. Good morning, ma'am. That's good. ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും തിരിച്ചു കേൾക്കണം. ശരി, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഫയൽ, പക്ഷെ അതൊന്നും നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്കൊരു എന്താ പറയാ ഒരു പോസിറ്റിവിറ്റി വരുള്ളൂ. അതുകൊണ്ടാണ് അതെന്റെ ഒരു ഹാബിറ്റ് ആയി പോയി. ഒരു ഗുഡ് മോർണിംഗോ ഒരു ഗ്രീറ്റിംഗ്സോ അങ്ങോട്ട് കൊടുക്കുമ്പോ തിരിച്ചിങ്ങോട്ട് കിട്ടണം എന്നുള്ളത്. ഓക്കെ, മഴയൊക്കെ ഉണ്ടോ? മഴയുണ്ടോ? മഴ നല്ല മഴയാ മിസ്സേ. അവിടെ ഇവിടെ നല്ല മഴ, നല്ല കാറ്റ്, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇടിഞ്ഞും പൊളിഞ്ഞും വീഴുന്നുണ്ട്. മരം വീഴുന്നു അല്ലെ, ഷീറ്റുകൾ വീടിന്റെ ഇതൊക്കെ പറന്നു പോകുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് തുടങ്ങുമ്പോ തന്നെ ഞാൻ പറയട്ടെ, ഈ ക്ലാസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ എങ്ങാനും ചിലപ്പോ കട്ടായി പോകും. കാരണം മരം വീഴല് ഒരു കുറച്ച് കൂടുതലായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ തന്നെ ലൈഫ് പവർ പോകും. അപ്പൊ ചിലപ്പോ ലൈൻ കട്ടായി പോകും. എന്താ പറയാ, ക്ലാസ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, ചിലപ്പോ അതനുസരിച്ച് നമുക്ക് അത് ഈ ബാക്കിയുള്ള ക്ലാസ് ചിലപ്പോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം തുടക്കത്തിലെ ഓർമ്മിപ്പിക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് വെച്ച് കട്ടായി അയ്യോ ടീച്ചർ കൊടുക്കുപോയി, മിസ്സിനെ കാണാനില്ലല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റണോ എന്നൊക്കെ ചോദിക്കുമല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അത് ഒഴിവാക്കാനാണ് തുടക്കം തന്നെ പറയാം. നമുക്കറിയാം കാലാവസ്ഥ അത്ര നല്ലതല്ല, ഫേവറബിൾ അല്ല. സോ ഈ സർക്കംസ്റ്റാൻസസിൽ നമുക്ക് ചിലപ്പോ ഇടയ്ക്ക് വെച്ചിട്ട് ഉണ്ടാവുന്നല്ല പറയണത്, എങ്ങാനും ആദ്യത്തെ ക്ലാസ് ചിലപ്പോൾ നന്നായി നടക്കും, ചിലപ്പോൾ സെക്കൻഡ് ക്ലാസ് ആയിരിക്കും. അപ്പൊ പവർ എത്രത്തോളം നമുക്ക് ഇവിടെ സേഫ് ആണോ അതനുസരിച്ച് മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കറണ്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്കും? അങ്ങനെയല്ലേ? എല്ലാവർക്കും അങ്ങനെയല്ലേ? ഫുൾ ടൈം കറണ്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? അല്ലേ? അതെ, ഇല്ല. 2 ദിവസമായിട്ട് കറണ്ടൊക്കെ പ്രോപ്പറായിട്ട് ഇല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ പവർ ഫെയിലിയർ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം ക്ലാസ്സുകൾ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നിങ്ങളുടെയും ടൈമിങ്ങിൽ നമുക്ക് ക്ലാസ്സുകൾ തീർക്കണം. ഇടയ്ക്കൊക്കെ 2 ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ക്ലാസ് മിസ്സായി. അതിന് പകരം ഒരു ക്ലാസ് ആണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. കോൺവെക്കേഷൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് 2 മിസ്സായത്, മൺഡേയും തേഴ്സ്ഡേയും. അതിന് തേഴ്സ്ഡേയുടെ ടൈം ടേബിൾ നമ്മള് അത് നമുക്ക് എന്താ പറയാ എടുക്കാൻ പറ്റി. അത് സാറ്റർഡേയിലേക്ക് നമ്മൾ എടുത്തു, വർക്കിംഗ് ഡേ ആയിട്ട്. ഓക്കെ, സോ അപ്പൊ നമ്മള് സമയം കളയുന്നില്ല. സോ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ചാപ്റ്റർ എന്ന് പറയുന്നതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എവിടെ വരെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് നോക്കണ്ട, സ്റ്റെപ്സ് ഇൻ റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ്. അതാണോ നമ്മൾ പഠിച്ചു നിർത്തിയത്? എന്റെ ഓർമ്മ അവിടെയാണെന്നാണ്. അതല്ലായെങ്കിലും നിങ്ങൾ പറയണം. യെസ് ഓർ നോ? പറഞ്ഞേ, തമിഴോ എന്തെങ്കിലും ചെയ്യൂ. യെസ്, ഓക്കെ, അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. റിക്രൂട്ട്മെന്റ് പോളിസീസിനകത്ത് വരുന്ന കുറെ സ്റ്റെപ്പുകൾ, അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വരുന്ന അതിന്റെ റിക്രൂട്ട്മെന്റ് പോളിസി. അതായത് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നമ്മൾ ഓരോ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള ഒരു ഡിക്ലറേഷൻ, അതാണ് റിക്രൂട്ട്മെന്റ് പോളിസി. അപ്പൊ അത് റിക്രൂട്ട്മെന്റ് പോളിസി നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പോൾ വി ഹാവ് ടു ഫോളോ സം ജനറൽ പ്രിൻസിപ്പിൾസ്. ചില പ്രധാനപ്പെട്ട തത്വങ്ങൾ നമ്മൾ എന്താ പറയാ മനസ്സിൽ കരുതണം. എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ആ കാര്യം നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. അതിന്റെ ബേസിസിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്ന പേഴ്സൺസ് എങ്ങനെയുള്ളവരായിരിക്കണം? ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ്. ആ ഒരു ജോബിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനും എംപ്ലോയ് ചെയ്യാനും. പിന്നെ അവര് ആ പറയുന്ന ആളുകൾ, നമ്മൾ ഹയർ ചെയ്ത ആളുകൾ, ദോസ് ഹു പ്രോമിസ് ദെയർ ബെസ്റ്റ്, അവര് നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാര് അവരുടെ ആ ഒരു ജോബ് അവർ എങ്ങനെ പെർഫോം ചെയ്യും, ബെസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ളത് പ്രോമിസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദെയർ ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ്. അതായത് നമ്മളൊരാളെ ജോലിക്ക് വരുമ്പോൾ ആ ആള് നമ്മളുടെ കൂടെ അവരുടെ എന്താ പറയാ വർക്കിംഗ്
കരിയർ തീരുന്നിടത്തോളം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. അതിനുവേണ്ടി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു ബിസിനസ്സിലൊക്കെ ജോലിക്കൊക്കെ കയറി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് തോന്നാം, അല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ട ഡിസപ്പോയിന്റഡ് ആകാം, നിരാശ തോന്നാം. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുക്കാതിരിക്കുക. ഓക്കെ, അതാണ് ഫേവറബിൾ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ത്രൂ ലൈഫ് ടൈം കരിയർ. വർക്കിംഗ് കരിയറിൽ മുഴുവൻ സമയവും അവർക്ക് അവരുടേതായ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ഫേവറബിൾ ആയിട്ടുള്ള അവസ്ഥകൾ അത് മറ്റ് എല്ലാ രീതിയിലും അവരെ ഫേവറബിൾ ആകുന്ന രീതിയിൽ എല്ലാം പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടി കണക്കിലെടുക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, പിന്നെ പ്രോഗ്രാംസ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ ദയർ പേഴ്സണൽ ഗ്രോത്ത്. ജോലി ചെയ്യുന്നതോടൊപ്പം അവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള അവസരങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക. അതൊക്കെ നമ്മുടെ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ്. പിന്നെ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു, ഓരോ ഓർഗനൈസേഷൻ ഹാവ് ദെയർ ഓൺ കസ്റ്റമൈസ്ഡ് പേഴ്സണൽ പ്രൊസീജിയേഴ്സ്. അതായത് ഓരോ ഓർഗനൈസേഷനും തൊഴിൽപരമായിട്ടുള്ള നയങ്ങൾ സ്വീകരിക്കുമ്പോൾ അവരുടേതായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. അതായത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള കൃത്യമായ എണ്ണത്തിലുള്ള മാൻ പവറിനെ മിനിമം പോസിബിൾ കോസ്റ്റിൽ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അതാണ് ഏറ്റവും എന്താ പറയാ വ്യക്തമായിട്ട് അവർ പറയുന്ന കാര്യം. അപ്പൊ ഏത് ഓർഗനൈസേഷനും ആ രീതിയിലായിരിക്കും അവരുടെ എംപ്ലോയീസിന്റെ വേക്കൻസീസ് ഫില്ല് ചെയ്യുക. കൃത്യമായ എണ്ണം, കൃത്യമായ ക്വാളിറ്റി, ഇത് രണ്ടും നോക്കും. ഇത് രണ്ടും നോക്കുന്നതോടൊപ്പം they have to also focus on the minimum possible cost. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും മിനിമം പോസിബിൾ കോസ്റ്റ് ഓഫർ ചെയ്തിട്ട് വേണം ഇങ്ങനെ ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കാനായിട്ട്. അല്ലാതെ കൂടുതൽ സാലറി ഓഫർ ചെയ്ത് എവിടെ നിന്നും എന്തോരോ ആൾക്കാർ വേണമെങ്കിൽ കിട്ടും നമുക്ക്. പക്ഷെ അങ്ങനെയല്ല, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നതോടൊപ്പം മിനിമം പോസിബിൾ കോസ്റ്റ് കൂടി അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുക അല്ലെ. കുറഞ്ഞ സാലറി ആണ് കൊടുക്കുന്നതെങ്കിലും എന്ത് ചെയ്യാം, പക്ഷെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുക്കാനും പറ്റും. അങ്ങനെയുള്ള ഓർഗനൈസേഷൻ എങ്ങനെയുള്ളതായിരിക്കും, നല്ല ഗുഡ് വില്ലുള്ള ഓർഗനൈസേഷൻ ആയിരിക്കും. കാരണം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്ന് വിചാരിച്ച് ഒരുപാട് പേര് അങ്ങനെ അപ്ലൈ ചെയ്യും. ശമ്പളം ഒത്തിരി കുറവാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ജോലി നേടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുണ്ട്. അത് ഗുഡ് വില്ല് ഏതിന്റെ ഓർഗനൈസേഷന്റെ ഗുഡ് വില്ല് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ മാൻ പവർ റിക്വയർമെന്റുകൾ എന്താ പറയാ ഫോക്കസ് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക, മുൻകൂട്ടി തീരുമാനിക്കുക എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് ആളുകൾ വേണ്ടത്. ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കി ഓരോ ഡിപ്പാർട്ട്മെന്റുകളും they have to submit an intent or requisition. ഒരു ഇത്ര വേക്കൻസി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ള ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, എംപ്ലോയിനെ പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ, ഹയർ ചെയ്യാനുള്ള ഓർഡർ, അതാണ് ഇന്റന്റ്. അത് സബ്മിറ്റ് ചെയ്ത ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യങ്ങൾ ശരിയാണോ എന്ന് HR മാനേജറോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ ഒക്കെ നോക്കും. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യും, കറക്റ്റ് ആണ് മനസ്സിലാക്കി ഇത്രയും വേക്കൻസി ഫില്ല് ചെയ്യാനുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഇനീഷ്യൽ പേയ്മെന്റ്, അവർക്ക് എന്ത് സാലറി കൊടുക്കണം, അവർക്ക് മറ്റ് ബെനിഫിറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ, മറ്റ് അഡ്മിസിബിൾ ആയിട്ടുള്ള അലവൻസുകൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, പിന്നെ മാത്രമല്ല ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ആളുകളെ ജോബിന് നിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ലൈൻ മാനേജേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അറേഞ്ച് ചെയ്യും. അതാണ് ഫോർകാസ്റ്റിംഗ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. പിന്നെ റിക്രൂട്ട്മെന്റ് എങ്ങനെ നടത്തുന്നു അതിന്റെ സോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് അടുത്തത്. സോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു there are two main sources, internal sources, external sources. internal sources എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ വേക്കൻസീസ് എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ ഉള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി മറിച്ചൊക്കെ ഇട്ട് വേക്കൻസി ഫില്ല് ചെയ്യുന്നു. ഇപ്പൊ ഏതെങ്കിലും ലോവർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ലോ ലെവൽ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ തന്നെ ആ ലോവർ ലെവലിലല്ല മറ്റേതെങ്കിലും സെക്ഷൻസിൽ നിന്ന് വർക്കേഴ്സിനെ എംപ്ലോയീസിനെ എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റുന്നു. അപ്പോൾ ചിലപ്പോ ഹൈ ലെവലിലുള്ള ടോപ്പ് ലെവലിലാണ് ചിലപ്പോ ആളുകളെ ആവശ്യമെങ്കിൽ ലോവർ ലെവലിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അല്ലെ, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഒത്തിരി എഫിഷ്യൻസി കൂടുതലുള്ള ആളുകളെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് മുകളിലേക്ക് വിടും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടത്തിയാണ് ഇന്റേണൽ എന്താ പറയാ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന സോഴ്സസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത്. അതേസമയം എക്സ്റ്റേണൽ സോഴ്സസ് ഈസ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. പുറത്തുനിന്ന് എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്യുന്നു അല്ലെ. ആ പുറത്തുനിന്ന് എന്നുള്ളതിന് കുറച്ച് കൂടി എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്തവർ പറയുന്നുണ്ട് ഫ്രം ന്യൂ എൻട്രൻസ്. അതായത് നമ്മളിപ്പോ ഫ്രഷ് ആയിട്ട് കോളേജ് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയവർ ഫ്രഷേഴ്സ് ആണ്. That means they have no such experience in that job. ആ ഒരു പ്രത്യേക ജോലിക്ക് അവർ എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ ക്വാളിഫിക്കേഷൻ വൈസ് അവർ ഓക്കെയാണ്. അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് എഡ്യൂക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ നല്ല കുട്ടികളെ നമുക്ക് കിട്ടും അല്ലെ, നല്ല എംപ്ലോയീസിനെ കിട്ടും. കാരണം അവര് എന്താ പറയാ
ചെറിയ കുട്ടികളല്ലേ, ചെറുപ്പക്കാരാണ്. അപ്പൊ മാത്രമല്ല അവർ എനർജറ്റിക് ആണ്, സ്മാർട്ട് ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾ. അപ്പൊ അവർക്ക് നമുക്ക് വേണ്ടത്ര ട്രെയിനിങ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്ത് അവർക്ക് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, ജോലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദീർഘകാലം അവർ ഉപയോഗിക്കാം ഓർഗനൈസേഷനിൽ അല്ലെ. അങ്ങനെയുണ്ട്. പിന്നെ അൺഎംപ്ലോയിഡ് ആയിട്ട് വീട്ടിലിരിക്കുന്ന ഒത്തിരി ക്വാളിഫൈഡും സ്കില്ലും എബിലിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലും കുറെ നാളുകളായിട്ടൊക്കെ ജോലി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇരുന്ന് മടിച്ചുപോയി, അങ്ങനെയുള്ളവരെ കണ്ടെത്തിയും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജോബ് ഓഫർ ചെയ്യാം. അങ്ങനെയുള്ളവരും അതും എക്സ്റ്റേണൽ സോഴ്സ് ആണ്. പിന്നെ റിട്ടയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അവർ റിട്ടയർ ഒക്കെ ചെയ്തു, എന്താ സ്വസ്ഥം ഗൃഹം ഭരണമായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ളവര് ഇഫ് ദേ ആർ വില്ലിംഗ് ആൻഡ് ഓൾസോ ഇഫ് ദേ ഹാവ് സം എനർജി ആൻഡ് സ്ട്രെങ്ത്, അവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും എനർജിയും ഒക്കെ ഉള്ളവരും സ്മാർട്ടും ഒക്കെ ആണെങ്കിൽ 58-56 വയസ്സിലൊക്കെ റിട്ടയർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, കണ്ടാലൊന്നും തോന്നില്ല. അങ്ങനെയുള്ളവർ ഇഫ് ദേ ആർ വില്ലിംഗ്, അവരെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രമിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാനായിട്ട് വില്ലിംഗ് ആണെങ്കിൽ ഓഫർ സച്ച് എംപ്ലോയ്മെന്റ്, ആ ഒരു അവരെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു വേക്കൻസി ഫിൽ ചെയ്യാം. ഇതൊക്കെ എക്സ്റ്റേണൽ സോഴ്സസിൽ വരുന്ന. ഇനിയും മറ്റ് സോഴ്സുകളൊക്കെ ഉണ്ട് പുറത്തുനിന്ന് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതികൾ. അപ്പൊ ഇതൊക്കെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളുടെ സ്റ്റെപ്പുകളൊക്കെയായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത് തുടങ്ങി. 4 റിക്രൂട്ട്മെന്റ് പോളിസി, റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ, ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിക്രൂട്ട്മെന്റിന്റെ മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് റിക്രൂട്ട്മെന്റുകൾ നടത്താം? അതിന് പ്രധാനമായിട്ടും ഡയറക്ട് മെത്തേഡ്, ഇൻഡയറക്ട് മെത്തേഡ് ആൻഡ് തേർഡ് പാർട്ടി മെത്തേഡ്. നെയിം സജസ്റ്റ് ചെയ്തതുപോലെ തന്നെ എളുപ്പം മനസ്സിലാവുന്ന കാര്യം ഇൻഡയറക്ട് മെത്തേഡ്. ഡയറക്ട് മെത്തേഡിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെൻഡിങ് റിക്രൂട്ടേഴ്സ് ടു ദ എഡ്യൂക്കേഷണൽ ഓർ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നറിയോ? ഇപ്പൊ ഇവിടെ കുറച്ച് ആളുകളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എന്താ പറയാ സംരംഭത്തില് കുറച്ച് ജോലിക്കാരെ ആവശ്യമുണ്ട്, ഫ്രഷേഴ്സിനെ. അങ്ങനെ വരുമ്പോ അവരെന്ത് ചെയ്യുന്നത്, അവിടുന്ന് ഒരു ടീമിനെ, കുറച്ച് ഒരു 3-4 പേരടങ്ങുന്ന ഒരു ടീമിനെ ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ് എന്ന് പറയും. അവര് എന്ത് ചെയ്യും, ഏതെങ്കിലും അവരുടെ ആ ഒരു ജോലിക്ക് ആവശ്യമായ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന വല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഉദാഹരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒഴിവാണെന്ന് വിചാരിക്കാം, ആണെന്ന് വിചാരിക്കാം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചില ഹോസ്പിറ്റൽസ് കുറച്ച് ആളുകളെ ടീമായിട്ട് അങ്ങനെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വിടുക. എന്നിട്ട് അവിടെ പഠിക്കുന്ന ആളുകളെ, കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ഡാറ്റയൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് എഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് എന്താ പറയാ ക്ലാസ്സുകളൊക്കെ കൊടുത്തോ അവരെ കോണ്ടാക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, അവർക്ക് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവിടുന്ന് റിക്രൂട്ട്മെന്റ് നടത്തും. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കൽ സ്കൂളുകളോ ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഡയറക്ട്ലി ദ റിക്രൂട്ടേഴ്സ് ആർ ട്രാവലിംഗ് ടു ദാറ്റ് പ്ലേസ്. ആ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് നോക്കി ഡാറ്റയൊക്കെ കളക്ട് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അവിടുന്ന് കുറച്ച് പേരെ അവരുടെ ഹോസ്പിറ്റൽസിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നു. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. നേരിട്ട് അങ്ങ് പോകുകയാണ് ഓർഗനൈസേഷൻ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദ കോളേജ് വേർ ദ കോഴ്സ് ഈസ് പ്രൊവൈഡഡ്. അതുമായി ബന്ധപ്പെട്ട കോഴ്സ് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഓർഗനൈസേഷനിൽ നിന്ന് ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ് സഞ്ചരിക്കുന്നു, ചെല്ലുന്നു. അവിടെ ചെന്ന് അവിടെ നിന്ന് ആ ഡാറ്റയിൽ നിന്ന് കളക്ട് ചെയ്ത് ആവശ്യം വേണ്ട എത്ര പേരാണോ അവര് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, അതാണ് ഡയറക്ട് മെത്തേഡ്. മനസ്സിലായോ? ക്യാമ്പസ് സെലക്ഷൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, രണ്ടാമത്തേത് ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ ഡയറക്ട് മെത്തേഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡയറക്ട് മെത്തേഡ്. ഇൻഡയറക്ട് ആണ്. ഇൻഡയറക്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അല്ല, നേരിട്ട് അങ്ങോട്ടൊന്നും ചെല്ലുന്നില്ല. ഇറ്റ് ഈസ് അഡ്വർടൈസ്ഡ് ത്രൂ ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, മെയിൽ, അല്ലെങ്കിൽ ട്രേഡ് ആൻഡ് അത് ഓൾസോ പ്രൊഫഷണൽ ജേർണൽസ്. പല ബുക്കുകളില് ജേർണലുകളൊക്കെ ഈ മാസത്തിലൊക്കെ ചില ജേർണൽസ് ഒക്കെ വലിയ എന്താ പറയാ ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ജേർണൽസിൽ എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെന്റ് കൊടുക്കും. അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ ആയിട്ടുള്ള മാഗസിൻസ്, ബ്രോഷേഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇവിടെ ഇന്ന സ്ഥലത്ത് വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം ആളുകളെ അറിയിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്ട് മെത്തേഡ്. പരസ്യങ്ങളിലൂടെ, പരസ്യങ്ങൾ ഏതെങ്കിലും രീതിയിലാകാം. ഇന്ന് ഒരുപാട് എന്താ പറയാ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽ ഓഫ് അഡ്വർടൈസ്മെന്റുകൾ നമുക്കറിയാം അല്ലെ. പല മോഡലിലുള്ള അഡ്വർടൈസ്മെന്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഏതെങ്കിലും അഡ്വർടൈസ്മെന്റ് മീഡിയാസിലൂടെ പബ്ലിഷ് ചെയ്യുന്നു. ഓർഗനൈസേഷൻ നീഡ്സ് റിസർച്ച് എന്താ പറയാ കാൻഡിഡേറ്റ്സ്, ഇത്രയും ആളുകളെ നമുക്ക് ആവശ്യമുണ്ട്, ഇത്ര വേക്കൻസീസ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്നുള്ളത് അറിയിക്കുന്നു. ദാറ്റ് ഈസ് ത്രൂ അഡ്വർടൈസ്മെന്റ്. അതിനെയാണ് നമ്മൾ ഇൻഡയറക്ട് മെത്തേഡ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ?
ഇൻഡയറക്ട് മെത്തേഡ് 3 മെത്തേഡാണ് റിക്രൂട്ട്മെന്റിന്റെ ടെക്നിക്കുകൾ മെത്തേഡുകൾ 3 ഇല്ല. ഒന്ന് ഡയറക്ട് മെത്തേഡാണ്. അവിടെ ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ് നേരിട്ട് അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചെല്ലുന്നു, ആളെ പിടിക്കുന്നു. ഓക്കെ. രണ്ടാമത്തേത് ഇൻഡയറക്ട് മെത്തേഡാണ് ബൈ അഡ്വർടൈസിംഗ് ത്രൂ ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, TV, ജേർണൽസ്, മാഗസിൻസ് ഒക്കെ ത്രൂ എന്ത് ചെയ്യുന്നു, ആഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആളുകളെ തിരഞ്ഞെടുക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് തേർഡ് പാർട്ടി മെത്തേഡാണ്. ഇതും എന്താ പറയാ ചില പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, അത് തന്നെ ഏജൻസി വഴി ഇന്ന് അതും കുറച്ച് പോപ്പുലർ ആണ് അല്ലെ. അതായത് നമ്മള് എന്താ പറയാ ഇപ്പൊ കുട്ടികളൊക്കെ ക്ലാസ് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഡിഗ്രികൾ കഴിഞ്ഞു, എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ there is a way of registering in some agencies, those who provide opportunities. അവസരങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് കാൻഡിഡേറ്റ്സിന് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ചില ഏജൻസികൾ ഉണ്ടെന്ന് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു, ഇന്റർമീഡിയറ്റ് ആയിട്ട്. ആരൊക്കെ? ഓർഗനൈസേഷനെയും കാൻഡിഡേറ്റ്സിനെയും നമ്മൾ ബന്ധിപ്പിക്കുക. അതായത് അവരിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത്രയൊക്കെ രൂപ, ഒരു സ്മോൾ ഫീസ് 500 or 1000 കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആൻഡ് ഇയർലി നമ്മളത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഇയറിൽ എവിടെയെങ്കിലുമൊക്കെ വേക്കൻസീസ് വരുമ്പോൾ നമ്മളെ അവർ അറിയിക്കും. സോ ദാറ്റ് വി ക്യാൻ അപ്ലൈ. നമ്മൾ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല, ഇന്ന സ്ഥലത്ത് ഇന്ന ഓർഗനൈസേഷനിൽ എന്തുണ്ട് വേക്കൻസി ഉണ്ടെന്നൊന്നും നമ്മൾ അറിഞ്ഞൊന്നും വരില്ല. അപ്പൊ ചിലപ്പോൾ അവരത് അറിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ആർക്കൊക്കെയാണോ അത് അവര് ഡീറ്റെയിൽസ് കൊടുക്കട്ടെ എന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്, മെയിൽ വഴിയോ ഒക്കെ അവരെ നോട്ടിഫൈ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഒരുപാട് ഇതുപോലുള്ള കാൻഡിഡേറ്റ്സിന്റെ പേരുകൾ രജിസ്റ്റേർഡ് ആയിരിക്കാം. സോ സം ഓർഗനൈസേഷൻസ് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, ചില ഓർഗനൈസേഷൻസ് ഈ കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കാനായിട്ട് ആളുകളിലേക്ക് പരസ്യം കൊടുക്കാണ്ട് എന്ത് ചെയ്യും, ഈ പരസ്യത്തിനെ കുറിച്ച് കാശ് കൊടുക്കണേ, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇത്തരം ഏജൻസീസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ ഏജൻസീസിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയാ പെർഫെക്റ്റ് കാൻഡിഡേറ്റ്സ്. അവരുടെ ആ ഓർഗനൈസേഷന് ഏത് ലെവലിലുള്ള എംപ്ലോയീസിനെയാണോ വേണ്ടത് അങ്ങനെയുള്ള പെർഫെക്റ്റ് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനായിട്ട് പറ്റും. അതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഏജൻസീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കൂൾ, കോളേജസ്, പ്രൊഫഷണൽ അസോസിയേഷൻസിലൊക്കെ കോൺടാക്ട് ചെയ്ത്, അതല്ലാതെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഫേമുകളുണ്ട്, അവരെ ചെന്ന് കണ്ടാൽ അവരുടെ ഉണ്ടാവും. പിന്നെ കൺസൾട്ടിങ് ഫേംസ് ഉണ്ട്, ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൺസൾട്ട് ചെയ്യുന്ന. പിന്നെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്. ഇതാണ് തേർഡ് പാർട്ടിയാണ്. മൂന്നാമത് ഒരാളുണ്ട് അവിടെ, ഇന്റർമീഡിയറി പോലെ. അവരാണ് ഈ ഓർഗനൈസേഷനിലേക്ക് കാൻഡിഡേറ്റിനെ ബന്ധിപ്പിക്കുന്നത്. മനസ്സിലായോ? മറ്റേത് അങ്ങനെയല്ല, എല്ലാം ഡയറക്ട്ലി കാൻഡിഡേറ്റിലേക്ക് എന്താണ് എങ്ങനെ ആദ്യത്തെ ഡയറക്ട് മെത്തേഡിൽ നിങ്ങൾ നോക്കിയേ, റിക്രൂട്ട്മെന്റ് പ്ലാനേഴ്സ് നേരിട്ട് സ്കൂളുകളിലും കോളേജുകളിൽ ചെല്ലുന്നു, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചെല്ലുന്നു, കുട്ടികളുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ നേരിട്ട് കാണുന്നു, അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ മെത്തേഡിൽ നേരിട്ട് അഡ്വർടൈസ്മെന്റ് ആണ്. അഡ്വർടൈസ്മെന്റ് വായിക്കുന്നു ഓരോരുത്തരും. ഇപ്പൊ ഞാൻ ഒരു കാൻഡിഡേറ്റ് ആണ്, എനിക്ക് ആ ജോലിക്ക് അപ്പുറം ഞാനത് വായിക്കുകയാണ്, നേരിട്ടാണ്. പക്ഷെ ഇത് തേർഡ് പാർട്ടിയാണ്, അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആണ്. ഇതൊരു ഏജൻസിനെയാണ് അവർ സമീപിക്കുന്നത്. കാൻഡിഡേറ്റ്സിനെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുകയോ അറിയോ ചെയ്യുന്നില്ല. അവിടുന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും അറിയിക്കും, ഇതൊക്കെയുണ്ട്, ഓഫർ ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വേക്കൻസി ആണ് ഫിൽ ചെയ്യേണ്ടത്, നിങ്ങളത് കാൻഡിഡേറ്റ്സിനെ അറിയിക്കുക. കണ്ടോ, തേർഡ് പാർട്ടി മുഖേന. മനസ്സിലായോ? ദീസ് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് റിക്രൂട്ടിംഗ്. റിക്രൂട്ടിംഗിന്റെ 3 മെത്തേഡുകളാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അടുത്തേക്ക് പോകാൻ കേട്ടോ. നമ്മള് ഒരു ക്ലാസ് ഒക്കെ നമ്മുടെ മിസ്സായിട്ടുണ്ട്. മൺഡേത്തെ ക്ലാസ് ആണ് പോയത്, അതുകൊണ്ട് എന്റെ ക്ലാസ് കിട്ടിയില്ല എനിക്ക് കഴിഞ്ഞ വീക്കിൽ. ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോകട്ടെ. തണുത്തിരിക്കാമോ? ഒന്ന് ഒന്ന് വേഗം വേഗം പറയാം. ഓക്കെ, യെസ്. ഇനി നമ്മളുടെ റിക്രൂട്ട്മെന്റിന്റെ എന്താ പറയാ, ഈ റിക്രൂട്ട്മെന്റ് നമ്മൾ നടത്തി. സോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി അസസ്ഡ്. അതായത് നമ്മൾ റിക്രൂട്ട്മെന്റിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വിലയിരുത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പീരിയോഡിക്കലായിട്ട് ഇറ്റ് ഷുഡ് ബി അസസ്ഡ്. നമ്മൾ അസസ്മെന്റ് നടത്തണം, വിലയിരുത്തണം. എത്രത്തോളം ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് റിക്രൂട്ട് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്താം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തീരുമാനിക്കുന്നത് പറയുന്നത്, കോസ്റ്റ് പെർ ആപ്ലിക്കൻസ്. ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന നമ്മുടെ ചെലവ്. മനസ്സിലായി? കോസ്റ്റ് പെർ ആപ്ലിക്കന്റ് മീൻസ് ഫോർ വൺ ആപ്ലിക്കന്റ് വാട്ട് ഈസ് ദ കോസ്റ്റ്. ഒരു ആപ്ലിക്കന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ചെലവ് എത്രയാണ്. പിന്നെ ആ ആപ്ലിക്കന്റിന്റെ ഹയറിംഗ് റേഷ്യോ, അവരെ നമുക്ക് കിട്ടാനുള്ള ആ ഒരു നിരക്ക്, റേഷ്യോ എന്ന് വെച്ചാൽ എന്താ പറയാ, എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, മൊത്തം എത്ര ആപ്ലിക്കന്റുകൾ ഉണ്ട്, അതായത് നമുക്ക് ആപ്ലിക്കേഷൻസ് തന്നിരിക്കുന്നു, ഓർഗനൈസേഷനിലേക്ക് ആപ്ലിക്കേഷൻസ് തന്നിരിക്കുന്നവർ എത്രയുണ്ട്, അതിൽ നിന്ന് നമുക്ക് എത്ര പേരെ ഹയർ ചെയ്യണം, അതാണ് റേഷ്യോ, ഹയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പൊ 10 വേക്കൻസി ആണുള്ളത്, 100 ആപ്ലിക്കേഷൻസ് വന്നു, അപ്പൊ 10:100. മനസ്സിലായോ? 1:10 ചെറുതാക്കിയാൽ, സിംപ്ലിഫൈ ചെയ്താൽ കണ്ടോ. അപ്പൊ എത്ര ആളുകളെ നമുക്ക് ഹയർ ചെയ്യണം, അതിന് എത്ര ആപ്ലിക്കേഷൻസ് വന്നു, ആ ഒരു കാര്യം, ആ ഒരു കാൽക്കുലേഷൻ, ആ ഒരു റേഷ്യോ,
ഒരു പ്രൊപ്പോർഷൻ എന്നുള്ളത് അത് മനസ്സിലാക്കണം. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ, ഓരോ ആളുകളുടെയും ഓരോ കാൻഡിഡേറ്റ്സിനെയും കുറിച്ചുള്ള അവരുടെ സ്കില്ല് എബിലിറ്റി എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ. അവർ ചെയ്യുന്ന ജോലി അതിന്റെ എങ്ങനെയൊക്കെയാ. അപ്പൊ ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടി റിക്രൂട്ട്മെന്റിന്റെ പ്രോഗ്രാമുകൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ്. ആ ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള അസസ്മെന്റ് നടത്താൻ വേണ്ടി എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ത്? കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്, ആപ്ലിക്കന്റ് ഹയറിംഗ് റേഷ്യോ, ടെന്യൂർ എന്ന് പറഞ്ഞ കാലാവധി, എത്ര നാളത്തേക്ക്, 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് വർക്കിംഗ് കരിയർ ഫുള്ളോ എങ്ങനെയാണ്. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ. സോ ദീസ് ഫാക്ടേഴ്സ് should be given due consideration while this periodical assessment of recruitment is done. പീരിയോഡിക്കൽ അസസ്മെന്റ് നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു സെന്റൻസ് ഒന്ന് അവിടെ അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ആ ഫുൾ സെന്റൻസ് 2 സെന്റൻസേ ഉള്ളൂ, അത് അണ്ടർലൈൻ ചെയ്യണം. 3 മെത്തേഡുകൾ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഇനി നമുക്ക് വെട്ടാനും തിരുത്താനും ഇല്ല, കുറയ്ക്കാനും ഇല്ല. അതുകൊണ്ട് അത് ഫുൾ അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്തേക്കാം. 3 മെത്തേഡുകൾ. ക്ലിയർ ആയോ? പറഞ്ഞോട്ടെ. അടുത്ത ടോപ്പിക് ആണ് നമുക്ക് സെലക്ഷൻ ആണ്. അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ കഴിഞ്ഞു. അടുത്ത നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ എന്താ ഈ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരും. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യണം ആളുകളെ. സെലക്ഷൻ എന്ന് പറയുന്നത് ഈസ് ദ പ്രൊസീജിയേഴ്സ് വിച്ച് ഈസ് റിലേറ്റഡ് ടു അക്വയറിംഗ് റെലവന്റ് ഇൻഫർമേഷൻ അബൌട്ട് കാൻഡിഡേറ്റ്. ഒരു ആപ്ലിക്കന്റ് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിൽ നിന്ന് നമുക്ക് വേണ്ട വിശദമായ എല്ലാ വിവരങ്ങളും നേടുക എന്നുള്ളതാണ് സെലക്ഷൻ പ്രൊസീജിയറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ നമ്മുടെ ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിക്കണം. അയാളുടെ പേര്, അഡ്രസ്, ഏജ്, അയാളുടെ ഫാദർ, മദർ, മാരിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഡ്രസ്, പിന്നെ എന്താ പറയാ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഇഫ് നെസസറി, എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ്, ഒരുപാട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ഇൻഫർമേഷൻസും ആളെ കുറിച്ച് എന്താ പറയാ കണ്ടെത്തിയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മേടിച്ചിരിക്കണം. ഇനി ഈ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ലക്ഷ്യം? ഇറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ആൻ ആപ്ലിക്കന്റ് ഈസ് മോസ്റ്റ് ഫിറ്റഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ കൊടുക്കുന്ന ജോലിക്ക് ആള് എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉള്ളവളാണ് അല്ലെങ്കിൽ ഉള്ളവനാണ്, അല്ലെ? ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ജോലിക്ക് ആൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ടോ അത് അറിയാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ എന്താ പറയാ കൊമേഴ്സ് ഗ്രൂപ്പില് അല്ലെങ്കിൽ കൊമേഴ്സ് വിഭാഗത്തില് ഉള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരാളെയാണ് വേണ്ടത്, അല്ലെ? അതിന് സയൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ പിടിച്ചിട്ട് കാര്യമില്ല, സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം കൊമേഴ്സ് വിഭാഗം അല്ലെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്കൊരു വേക്കൻസി ഉള്ളത്. Suppose അങ്ങനെയാണെന്ന് വിചാരിക്കാം. And we are selecting a candidate those who is having MSc or BSc, MSc ഒക്കെ ഉള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുക. So it's not proper, അല്ലെ? അത് ശരിയായ രീതിയാണോ? അല്ല. അപ്പൊ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ്? ആ ഒരു ജോബിന് വേണ്ട ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്താണ് സെലക്ഷൻ പ്രോസസ് നടത്തുന്നത്. ദാറ്റ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്. ആൻഡ് ഓൾസോ ഹൗ വെൽ ദാറ്റ് ക്യാൻ ക്യാരി ഔട്ട് ദാറ്റ് ജോബ്. എത്ര നന്നായി ആൾക്ക് ആ ജോലി, ആ പറയുന്ന ജോലി ചെയ്യാൻ പറ്റും. അതായത് ആള് ആദ്യമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പഠിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ആൾക്ക് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെ? ഒരു ടീച്ചർ ആകാൻ വേണ്ട യോഗ്യത അറിയാം, അല്ലെ? ടീച്ചിങ് നോളജ് വേണം, അതുപോലെ തന്നെ അതിൻ്റെതായ ക്വാളിഫിക്കേഷൻസ് വേണം. അതില്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ അത് ഒട്ടും തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് കൊണ്ടുപോയി ആ ഒരു ജോലി കൊടുത്താൽ ഹൗ പ്രോപ്പർ ഇതാക്കാൻ ചോദിച്ചു അത് എത്രത്തോളം ഭംഗിയായി അവർക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്കറിയാൻ പറ്റില്ല, അല്ലെ? കണ്ടറിയേണ്ടി വരും. ചിലപ്പോ ചില ഓർഗനൈസേഷനിൽ അങ്ങനെ കണ്ടറിഞ്ഞിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അതൊന്നും അവകാശമില്ല. കാരണം ഇനി എന്താ പറയാ പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഓർഗനൈസേഷൻസ് ആണ് നമുക്ക് മുമ്പിലുള്ളതൊക്കെ. അപ്പൊ അവിടെ പരീക്ഷണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും നമ്മുടെ സമയമില്ല, അല്ലെ? അപ്പൊ അതിന് എന്താ പറയാ കൃത്യമായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പുറത്തുണ്ടല്ലോ. സോ വൈ ഷുഡ് ബി മേക്ക് സെലക്ഷൻസ്? ഇങ്ങനെയുള്ള തെറ്റായ സെലക്ഷൻസ് നടത്തേണ്ട ആവശ്യമില്ല. പുറത്ത് ഇഷ്ടംപോലെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ സെലക്ഷൻ പ്രോസസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ കാൻഡിഡേറ്റ്, ബെസ്റ്റ് കാൻഡിഡേറ്റ്, those who can perform that particular job. ആ ഒരു ജോലി നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ആളെ സെലക്ട് ചെയ്യുക വിത്ത് ദ ക്വാളിഫിക്കേഷൻ. ആൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതാണ് സെലക്ഷൻ പ്രൊസീജിയറിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ദ സെലക്ഷൻ പ്രോസസ് ഈസ് റിലേറ്റഡ് ടു അക്വയറിംഗ് റെലവന്റ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ അപ്ലിക്കന്റ് എന്നുള്ളതും ദ ഒബ്ജക്റ്റീവ് ഓഫ് സെലക്ഷൻ പ്രോസസ് എന്നുള്ള സെന്റൻസ് വെൽ ഇൻ ദാറ്റ് ജോബ് എന്ന് വരുന്നത് വരെ അണ്ടർലൈൻ ചെയ്യാം. രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് ഇച്ചിരി പെട്ടെന്ന് പോവുകയാണ്. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ജോലിക്ക് ഒരു എംപ്ലോയിനെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആളുടെ ക്വാളിഫിക്കേഷൻ നോക്കണം, ആൾ എത്രത്തോളം, ഇനിയും കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ താഴെ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അത് സെലക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി സെലക്ഷൻ എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, ചൂസിങ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫ്രം ഫോർ ദാറ്റ് ജോബ്. ആ ഒരു ജോബിന് വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. സെലക്ഷൻ നടക്കുമ്പോൾ എന്താ നമ്മൾ അറിയാതെ പോകുന്ന മറ്റൊരു കാര്യം, റിമൂവിംഗ് ദ ആപ്ലിക്കൻസ് ദോസ് ആർ അൺസ്യൂട്ടബിൾ ഫോർ ദയർ റിക്വയർമെന്റ്. അതായത് നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കൻസിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. കണ്ടോ? അപ്പൊ രണ്ട് കാര്യമാണ് സെലക്ഷൻ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ചൂസിങ് ദ ആപ്ലിക്കൻസ് ഫോർ ദാറ്റ് ജോബ്. ആ ജോബിന് വേണ്ടിയിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മൾ അറിയാതെ നടക്കുന്നു, നമുക്ക് വേണ്ടാത്തവരെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ തള്ളിക്കളയണം. വേണ്ടേ? അല്ലാണ്ട് ഈ 10 ആൾക്കാരെ വേക്കൻസി ഉണ്ട്, 10 ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ഒരു 100 ആപ്ലിക്കേഷൻസ് തന്നു, റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ നടത്തി, ബാക്കി 90 എണ്ണം നമുക്ക് എന്ത് ചെയ്യണം? അല്ലെ, ബാക്കി 90 ഉണ്ട്, നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻസിൽ ബാക്കി 90 ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 90 നിന്നോ, എവിടെയെങ്കിലും നിന്നോ, തട്ടി നിലവിലൊക്കെ നമ്മള് ആവശ്യമുള്ളപ്പെടുത്തോളം അങ്ങനെ പറയുകയാണെങ്കിലും ഏതെങ്കിലും ഓർഗനൈസേഷൻ അത്രയും സപ്പോർട്ട് ചെയ്യുമോ? തീർച്ചയായും ചെയ്യില്ല. അത് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. അല്ലെ, അവർക്ക് ഇത്രയും ആളുകൾക്ക് വെറുതെ നിർത്താൻ പോരല്ലോ, അവർക്ക് ശമ്പളം കൊടുക്കേണ്ട, അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഷുഡ് ബി റിജക്റ്റഡ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ റിജക്ട് ചെയ്തല്ലേ. അപ്പൊ സെലക്ഷൻ പ്രോസസ്സിൽ രണ്ട് കാര്യം നടക്കുന്നുണ്ട്. ചൂസിങ് ദ ബെസ്റ്റ് ഫ്രം ദ ആപ്ലിക്കന്റ്, ആപ്ലിക്കൻസിൽ നിന്ന് ബെസ്റ്റ് ആളുകളെ ചൂസ് ചെയ്യുക. റിമൂവിംഗ് അൺസ്യൂട്ടബിൾ ആപ്ലിക്കൻസ്, അതോടൊപ്പം തന്നെ വേണ്ടാത്ത ആപ്ലിക്കൻസിനെ മാറ്റുക, റിമൂവ് ചെയ്യുക. അതും ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക. പെട്ടെന്നാവണേ. അപ്പോ ഇനി നമ്മളുടെ സെലക്ഷൻ പോളിസീസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, വൈ പ്ലാനിങ് ദ സെലക്ഷൻ പോളിസീസ് ദേ ഹാവ് ടു ഗിവ് ഡ്യൂ കൺസിഡറേഷൻ. നമ്മൾ ചില കരുതലുകൾ കൂടി കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾക്ക്? ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ. അതായത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി സെലക്ഷൻ പ്രൊസീജിയേഴ്സിന് കുറച്ച് കരുതൽ കൊടുക്കണം എന്നാ പറയുന്നത്. അപ്പൊ ടെക്നിക്കൽ അതുപോലെ പ്രൊഫഷണൽ കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ അതുകൊണ്ട് സെലക്ഷൻ പോളിസീസിനകത്ത് ഈ പറയുന്ന രണ്ട് കാര്യം കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറയാം. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അടുത്തത് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്. നമ്മൾ നേരത്തെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനകത്ത് വരുന്ന സ്റ്റെപ്സ് കണ്ടതുപോലെ തന്നെ നമുക്ക് സെലക്ഷൻ പ്രോസസ്സിനകത്ത് അല്ലെങ്കിൽ സെലക്ഷനകത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്. റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. എന്താണ് പറയാ? ആദ്യമായിട്ട് ഒരു ആളെ ജോലിക്ക് കൂടെ എടുക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്തു, ആ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് വേഗം തന്നെ ലെറ്റർ അയക്കുകയാണ്. പോരെ, നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് പറയാണോ? അല്ല, പല കടമ്പകൾ കടന്നിട്ടാണ് നമ്മള് ഒരു പൊസിഷനിൽ ഒരു ജോലിക്കായിട്ട് എവിടെയെങ്കിലും ഓർഗനൈസേഷനിൽ കയറുക അല്ലെ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരെ ഇന്റർവ്യൂ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യുക അല്ലെ. പ്രാഥമികമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് അത് നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. സ്ക്രീനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ആളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കാണുക സെലക്ട് ചെയ്യുന്നതിന് മുമ്പ്. സെക്കൻഡ് വൺ, ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. ഒരു ആപ്ലിക്കേഷൻ ബ്ലാങ്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം. ബ്ലാങ്ക് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, സ്വന്തമായിട്ട് എഴുതി കൈപ്പടയിൽ എഴുതി ബ്ലാങ്ക് ഷീറ്റ് ആയിരിക്കും, അതിനകത്ത് കാര്യങ്ങളൊക്കെ എഴുതി വ്യക്തമായിട്ടൊക്കെ കൊടുക്കുക. മറ്റേത് ഫോം ആണെങ്കിൽ കൃത്യമായ ഒരു ഫോം, ഒരു എന്താ പറയാ, ചില ഓർഗനൈസേഷൻസ് അവരുടെ ജോബ് ഓഫർ ചെയ്യുന്ന സമയത്ത് ഒരു ഫോർമാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഫോർമാറ്റ് ഫില്ല് ചെയ്തൊക്കെ കൊടുത്താൽ മതി. അതൊക്കെ നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പ് ചെയ്ത കാര്യമാണ്. ഓൾ ദീസ് ആർ കണ്ടക്ടഡ് ഇൻസ്പെക്ട് ഓൾ ദ ഫാക്ട്സ് വിച്ച് ആർ ഗിവൺ. ആപ്ലിക്കന്റ് കൊടുക്കുന്ന വസ്തുതകളൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താ പറയാ, അതുപോലെ തന്നെ ആപ്ലിക്കന്റിന്റെ ആറ്റിറ്റ്യൂഡ്, ആ ജോബിനോടുള്ള ആളുടെ മനോഭാവം, ആളുടെ ഫാമിലിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഐദർ ബ്ലാങ്ക് ഓർ ഫിൽഡ് ഫോം അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ആയിട്ട് കൊടുത്തിരിക്കും, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന
സെക്കൻഡ് സ്റ്റെപ്പ്. മനസ്സിലായോ? ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. ഇത് ഇതിനു വേണ്ടിയിട്ട് ടു ഫൈൻഡ് വിച്ച് ഹെൽപ്സ് വൺ ആപ്ലിക്കന്റ്. ആപ്ലിക്കന്റിന്റെ ബാക്ക്ഗ്രൗണ്ട്, ആളുടെ ലൈഫ് ഹിസ്റ്ററി, പിന്നെ ചിലപ്പോൾ ആളുടെ എന്താ പറയാ ഫാമിലി, ആളുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ആപ്ലിക്കന്റ്, പിന്നെ മാത്രമല്ല മറ്റ് വിശദമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂയിലൂടെ ഇൻസ്പെക്ട് ചെയ്യണമെന്നുണ്ട്. ആ ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് വെച്ചിട്ട് ആളെ ഇന്റർവ്യൂ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോം, അതാണ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ടാമത്തേത്, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു എന്താ പറയാ പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തുന്നു. രണ്ടാമത്തേത് അതൊക്കെ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കന്റിന്റെ പേരും മറ്റു വിവരങ്ങളും, ആളുടെ ആറ്റിറ്റ്യൂഡ്, ആൾക്ക് ഫാമിലി, മറ്റു ഇപ്പം എന്താ പറയാ ഈ ജോബിനോട് അയാളുടെ ഫാമിലിക്കുള്ള ഇൻട്രസ്റ്റ്, ചിലപ്പോൾ ചിലർക്ക് താല്പര്യക്കുറവൊക്കെ ഉണ്ടാകും ചില ജോബിനോടൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാനുള്ള ഒരു വേദി. അതാണ് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്തത് എന്താ? മൂന്നാമത്തെ ഘടകം എന്താണ്? ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ ഫിറ്റ് ഈസ് ഓൾസോ എ ഫാക്ടർ നെസസറി ഫോർ സം ജോബ്. ചില ജോലികൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസും വളരെ അത്യാവശ്യമാണ് അല്ലെ? ഹെൽത്ത്, സ്റ്റാമിന, അത് ഇല്ലാത്ത ചില ജോലികൾക്ക് അത് മസ്റ്റ് ആണ്. അതില്ലാത്തവരൊന്നും അതിനെടുക്കില്ല. ഉദാഹരണം എക്സാമ്പിൾ പറയാമോ? നിങ്ങൾ ഉറങ്ങാണോ? ഹലോ, ഫിസിക്കൽ എക്സാമിനേഷൻസ്. വെരി ഗുഡ്. പോലീസ്, അതെ, പോലീസ് പോലെയുള്ള, അതുപോലെ തന്നെ പട്ടാളം ഒക്കെ, ആർമിയിലൊക്കെ ചേരാനൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നടത്തുന്ന ചില ഇന്റർവ്യൂകളിലൊക്കെ നടത്തിയതിനു ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ എക്സാമിനേഷൻസ്, വെദർ വി ആർ ഫിറ്റ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാമിന, ഹെൽത്ത് ആൾക്കുണ്ടോ എന്നുള്ളതൊക്കെ അത് ചെക്ക് ചെയ്യും. അടുത്ത സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മളുടെ കാൻഡിഡേറ്റിന്റെ സ്യൂട്ടബിലിറ്റി ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ്, എത്രത്തോളം യോജിച്ച ആളാണ് അവര് ജോലിക്ക്, അതൊക്കെ സൈക്കോളജിക്കലായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നു. മാനസികമായിട്ടുള്ള ഒരു പൊരുത്തം, അടുപ്പം ആ ജോലിയോടുള്ളത് മാത്രമല്ല, എത്രത്തോളം ആപ്റ്റ് ആണ് ആ ഒരു ജോലിക്ക് ആളുടെ സാന്നിധ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റെഫറൻസ് ചെക്ക് ആണ്. റെഫറൻസ് ചെക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അവരുടെ ഡോക്യുമെന്റുകളൊക്കെ റെഫർ ചെയ്യാം. നമ്മൾ പറയും, ഞാൻ ഇന്ന ഡിഗ്രി ഉണ്ട്, ഇന്ന PG ഉണ്ട്, ഇന്നതുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട് വാങ്ങോട്ട് പറഞ്ഞ പോലല്ലോ. സോ ഇറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് അക്കോർഡിംഗ് ടു ദെയർ ഡോക്യുമെന്റ്സ്. അത് നമ്മുടെ ക്രോസ് ചെക്ക് ചെയ്യണം. നമ്മുടെ ഡോക്യുമെന്റ്സുമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ആപ്ലിക്കേഷൻസിൽ ബയോഡാറ്റയിൽ കുറെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ടെസ്റ്റിമോണിയൽസ് വേണ്ടേ, അതിന്റെ സാക്ഷ്യപത്രങ്ങൾ വേണ്ടേ? അപ്പൊ അതിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഒത്തുനോക്കുന്ന രീതിയാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. നമ്മളെ അപ്ലൈ ചെയ്തപ്പോ ആപ്ലിക്കേഷനിൽ റെസ്യൂമെയിൽ നമ്മൾ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് എന്നറിയിക്കുന്ന തെളിയിക്കുന്ന ഡോക്യുമെന്റുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യണമല്ലോ. അപ്പൊ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സുമായിട്ട് ഈ പറഞ്ഞേക്കുന്നത് ശരിയാണെന്നറിയാൻ ചെക്ക് ചെയ്യും. അതാണ് ക്രോസ് ചെക്ക് അല്ലെങ്കിൽ റെഫറൻസ് ചെക്ക്. അടുത്തത് ഫൈനൽ സെലക്ഷൻ ആണ്, ബൈ വിച്ച് ഇസ് ഡൺ ബൈ ദ മാനേജർ. മാനേജർ ആയിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുക. അത് നമ്മളുടെ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ കാൻഡിഡേറ്റ്. തീരുമാനമൊക്കെ എടുത്തതിന് ശേഷം അത് ആരോട് അറിയിച്ചിട്ടുണ്ടായിരിക്കും? നമ്മുടെ കാൻഡിഡേറ്റിനോട് അറിയിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണ്, സെറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ വിജയിച്ചിരിക്കുന്നു, നിങ്ങൾ അതിന് സക്സസ് ആണ് എന്നുള്ള കാര്യമൊക്കെ ആളെ അറിയിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തേതായിരുന്നു പ്രിലിമിനറി ഇന്റർവ്യൂ അല്ലെങ്കിൽ റിസപ്ഷൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ സ്ക്രീനിങ്. രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. മൂന്നാമത്തേത് ഫിസിക്കൽ എക്സാമിനേഷൻ. അടുത്തത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, റെഫറൻസ് ചെക്ക്, ഫൈനൽ സെലക്ഷൻ ബൈ മാനേജർ. അത്രയും മാത്രം നിർത്തലം ചെയ്യാമോ? അതിന്റെ ഈ പറഞ്ഞ ഭാഗം മാത്രം നോക്കിയൊന്നും വേണ്ട. അതില് രണ്ടാമത്തെ പോയിന്റിനകത്ത് മാത്രം ആ നീളത്തിലുള്ളത് ഒന്ന് അറിയണം. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫോമില് ഇൻക്ലൂഡഡ് ആകുക? ആപ്ലിക്കന്റിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററി, പിന്നെ എന്താ പറയാ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ആപ്ലിക്കന്റ്, അങ്ങനെയുള്ള ചില കാര്യം. ആ ഒരു പോയിന്റ് ഫുൾ അണ്ടർലൈൻ ചെയ്തേക്ക്. ബാക്കിയുള്ളതിന്റെയൊക്കെ ആ കഷ്ണം മാത്രം. ഒന്നാമത്തെ റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. രണ്ട് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. മൂന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ. നാല് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അഞ്ച് റെഫറൻസ് ചെക്ക്. ആൻഡ് ആറ് ഫൈനൽ സെലക്ഷൻ ബൈ മാനേജർ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ നമ്മളുടെ എന്താ പറയാ സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്സിനകത്ത് പറഞ്ഞു കേട്ട ഒരു കാര്യമായിരുന്നു സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു അല്ലെ? ആ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞപ്പോ ചിലപ്പോ ചില ആൾക്കാർക്ക്
മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ മെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ പറയാ ഫിസിക്കലായിട്ട് നമ്മുടെ ശരീരം കൊണ്ട് സ്ട്രെങ്ത്തും ഹെൽത്തും ഒക്കെ ഉണ്ട്. പക്ഷെ ചില പേഴ്സൺസ് മേ നോട്ട് ബി ഫിസിക്കലി ഫിറ്റ് ഫോർ ദാറ്റ്, അല്ലെങ്കിൽ സൈക്കോളജിക്കലി സെറ്റ് ഫോർ ദാറ്റ്, അല്ലെ. മെന്റലി ചിലപ്പോൾ അവർക്ക് അതിനോട് സെറ്റ് ആകാനായിട്ടൊക്കെ ഉള്ള താമസമോ അല്ലെങ്കിൽ അത് ഇല്ലാതിരിക്കലോ ഒക്കെ ഉണ്ടാകാം. അത് അവരോടുള്ള കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതന്നെ അതന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ ഉണ്ടാകും. അപ്പൊ അതൊക്കെ സംസാരിച്ച് ഇന്റർവ്യൂലൊക്കെ നടത്തി കഴിയുമ്പോഴേ ചിലപ്പോൾ അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നതിനെ വീണ്ടും നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ ആസ് പെർ ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിലും, പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്, ആ ടെസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിലും, പിന്നെ ഗ്രൂപ്പ് ടെസ്റ്റ്, ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന രീതിയിൽ 3ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിനെ 3 ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്മാരുടെ ബിഹേവിയർ അനുസരിച്ച്. ഓൺ ദ ബേസിസ് ഓഫ്, രണ്ടാമത്തേത് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്, ആ ടെസ്റ്റ് എന്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ. 3ആമത്തേതാണ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇതിൽ ഓരോന്നിലും വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആസ് പെർ ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസിൽ നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിനെ ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻടു 4 തരംതിരിച്ചിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. 4 ടെസ്റ്റും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ഓരോന്നും എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഏതൊക്കെയാ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അങ്ങനെ 4ആയിട്ടാണ് ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തേത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ദാറ്റ് മീൻസ് ടെസ്റ്റിംഗ് അവർ എബിലിറ്റി ആണ്. അതായത് നമ്മൾക്ക് ആ ഒരു ജോലി ക്യാരി ഔട്ട് ചെയ്യാൻ. മാത്രമല്ല ഹൗ വി റിയാക്ട് ടു സിറ്റുവേഷൻസ് അറ്റ് വർക്ക്. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി നമ്മളെങ്ങനെ നമ്മുടെ എന്ത് കഴിവ് ഉപയോഗിച്ച് ഏത് രീതിയിൽ കഴിവോടുകൂടി നമ്മളത് ചെയ്യുന്നു. മാത്രമല്ല ചില സിറ്റുവേഷൻസിൽ നമ്മൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ജോലി സ്ഥലത്ത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ റിയാക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളത്. ഇതാണ് ആപ്റ്റിറ്റ്യൂഡ്. ഓരോരുത്തരുടെ മനോഭാവമാണ് എന്ന് വെച്ചാൽ അത് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെ പ്രതികരിക്കും? എല്ലാവരും ഒരേ രീതിയിൽ പ്രതികരിക്കണം എന്നില്ല. ഇപ്പൊ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കാം. എല്ലാവരും ഒരേ രീതിയിലാണോ റിയാക്ട് ചെയ്യുന്നത്? അങ്ങനെയായിരുന്നെങ്കിൽ ഈ ലോകം എന്താ നന്നായി അല്ലെ? ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാവരും ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ചില ആളുകൾ പോസിറ്റീവായിട്ട് അതിനെ റിയാക്ട് ചെയ്യും, ചില ആളുകൾ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും, ചിലര് ഒന്നും തൊടാതെ റിയാക്ട് ചെയ്യും അല്ലെ, ചിലര് യാതൊരു റിയാക്ഷനും ഇല്ലാതെ ഇരിക്കും അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ട്. ആളുകൾ പല നേച്ചർ ഉള്ളതാണ്. ഡൈനമിക് നേച്ചർ ഓഫ് പീപ്പിൾ ആണ്. നമ്മൾ കേട്ടു ഇതിന്റെ മുന്നിലൊക്കെ ഈ ചാപ്റ്ററിന്റെ ആദ്യം. മനുഷ്യന്മാർക്ക് ഡൈനമിക് നേച്ചറാണ്. ഒരാൾക്ക് തന്നെ പല സ്വഭാവങ്ങളും പല സമയങ്ങളിൽ. അതേസമയം കുറെ ആളുകൾ ചേരുമ്പോഴോ എത്ര സ്വഭാവ രീതികൾ നമ്മൾ കാണേണ്ടി വരും അല്ലെ. അപ്പൊ അതാ പറയാ. അപ്പൊ ഈ മനുഷ്യരുടെയൊക്കെ എബിലിറ്റി, നമ്മൾ എത്രത്തോളം എങ്ങനെയൊക്കെയാണ് നമ്മുടെ കഴിവ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നതെന്നോ ഓരോ സിറ്റുവേഷൻസിൽ നമ്മുടെ റിയാക്ഷൻസ്, അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Tries to test your ability to carry out tasks and also react to situations at work. മനസ്സിലായി? ആ 2 പോയിന്റുകൾ നോക്കിയാൽ മതി. എന്താണ്? ടെസ്റ്റ് ടു ക്യാരി, എബിലിറ്റി ടു ക്യാരി ഔട്ട്, എബിലിറ്റി ടു ക്യാരി ഔട്ട് അവർ ടാസ്ക്, നമ്മുടെ ജോലി ചെയ്യാനുള്ള കഴിവ്. മാത്രമല്ല റിയാക്ഷൻസ് ടു സിറ്റുവേഷൻസ് അറ്റ് വർക്ക്, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ റിയാക്ഷൻസ്. അത് രണ്ടുമാണ് ആപ്റ്റിറ്റ്യൂഡ്. ഓരോ ടെസ്റ്റിനും കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചില വേർഡുകൾ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് അച്ചീവ്മെന്റ് ആണ്. അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നേട്ടം? എന്തായിരിക്കും നേട്ടം? ഇപ്പൊ ഞാൻ ജോലിക്ക് വേണ്ടി കയറി ആൻഡ് ഐ എം പ്രൊവൈഡ് സം ട്രെയിനിങ്. ആ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ട്രെയിനിങ് തന്നു. അപ്പൊ എന്ത് പറ്റും? എന്റെ ആ ഒരു കഴിവ്, നോളജ്, അറിവ് ഒന്നുകൂടി വർദ്ധിക്കും. അതിനാലും എത്രത്തോളം അറിവ് വർദ്ധിച്ചു, ബെറ്റർ ആയല്ലോ, നേരത്തെ വന്ന പോലെ അല്ലല്ലോ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് എവിടെ ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ കൂടെയുള്ള ജോലിക്കാരിൽ നിന്നോ ഒരു വാചകം അല്ലെ, വന്നപ്പോ ഇങ്ങനെയൊന്നും അറിയില്ല, ആള് ഒത്തിരി ഡെവലപ്ഡ് ആയി. അപ്പൊ എത്രത്തോളം നമ്മുടെ സ്കില്ലും നോളജ് ഒക്കെ വർദ്ധിച്ചു എന്നുള്ളതാണ്. ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം ഓഫ് ട്രെയിനിങ്, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ നോളജ്, നമ്മുടെ സ്കില്ല്, ഹൗ ഇറ്റ് ഈസ് ഡെവലപ്ഡ്, അത് അളക്കുന്നതിനുള്ള ടെസ്റ്റ്, അതിനെയാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ്. അത്രയായിട്ട് നേട്ടമല്ലേ അത്? ഞാൻ ട്രെയിനിങ്ങിലൂടെ നേടിയെടുത്ത കഴിവല്ലേ അത്? ആണോ? അത് അളക്കുന്നു. വന്നപ്പോഴുള്ള പോലെയല്ല, കണ്ടോ? ഇപ്പൊ കുറെ ബെറ്ററായി, നല്ല രീതിയിൽ ചെയ്യുന്നു കാര്യങ്ങൾ എന്ന് പറയുന്നു അല്ലെ.
ചില ആളുകളെ നമുക്ക് അങ്ങനെ പറയാം, വന്നപ്പോ ഒക്കെ ഇത്ര ശരിയായിട്ടില്ല, പറ്റുമോ ശരിയാവുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കാറുണ്ട്. പക്ഷെ വെൻ ഗിവൺ സം ട്രെയിനിങ്, ആവശ്യത്തിന് ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ ആള് ഒത്തിരി ഒക്കെ അത് നമ്മൾ ഇടയ്ക്ക് വെച്ച് വിലയിരുത്തി നോക്കി കഴിഞ്ഞപ്പോ ട്രെയിനിങ്ങിന് ശേഷം ഹി ഗോട്ട് സം ഡെവലപ്മെന്റ് ഇൻ ഹിസ് നോളജ് ആൻഡ് സ്കിൽ. ആളുടെ സ്കില്ലിനും നോളജിലൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായി. അത് ടെസ്റ്റ് ചെയ്യുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ആപ്റ്റിറ്റ്യൂഡ്, നമ്മളുടെ എബിലിറ്റി ടു ക്യാരി ഔട്ട് അവർ ടാസ്ക് ആൻഡ് ഓൾസോ റിയാക്ഷൻസ് അറ്റ് സിറ്റുവേഷൻസ് അറ്റ് വർക്ക്. ഓക്കെ, ഒന്നാമത്തേത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് അവർ നോളജ്, ഡെവലപ്മെന്റ് ഓഫ് അവർ നോളജ് ആൻഡ് സ്കിൽ. നമ്മളുടെ സ്കില്ല് നോളജ് ഒക്കെ അളക്കുന്നു എപ്പോഴും ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ്ങിന് ശേഷം. അതാണ്. ഇനി അടുത്തത് എന്താ? പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കണം. ഇതെന്താണ്? ഹ്യൂമൻ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട. പേഴ്സണാലിറ്റി എന്താ? വ്യക്തിത്വം അല്ലെ? പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയും അല്ലെ? അതെന്താ? ടു മെഷർ ദ ക്യാരക്ടറിസ്റ്റിക്സ് പാറ്റേൺ ഓഫ് ട്രേറ്റ്സ്. അതായത് നമ്മളുടെ ഓരോ ആളുകളുടെയും എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ. ഓക്കെ, അത് ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെയാണ് എന്നുള്ളത് മെഷർ ചെയ്യുക. അതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ്. വ്യക്തിത്വം, അത് ഓരോരുത്തരുടെ വ്യക്തിത്വം വിളിച്ചോതുന്ന ഒന്ന് തന്നെയാണ്. പേഴ്സണാലിറ്റി ടെസ്റ്റിങ്ങും എന്തിനാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻസ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറഞ്ഞു, പിന്നെ രണ്ടാമത് പറഞ്ഞത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്, മൂന്നാമത് പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് ആണ്. പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഓഫ് ടെക്നിക്സ് ഡിസൈൻഡ് ടു മെഷർ ദ ക്യാരക്ടറിസ്റ്റിക്സ് പാറ്റേൺ ഓഫ് ട്രൈറ്റ്സ്. ട്രൈറ്റ്സ് മീൻസ് സ്വഭാവ ഗുണങ്ങൾ അക്രോസ് വേരിയസ് സിറ്റുവേഷൻസ്. നമ്മളുടെ പല സാഹചര്യങ്ങളില് പല സിറ്റുവേഷൻസിൽ നമ്മളുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ എങ്ങനെ മാറി വരുന്നു അതൊക്കെ മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ക്ലിയർ ആയോ? അതിനകത്ത് ആ രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ മതി കേട്ടോ. പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ് റെഫർ ടു എന്നുള്ളത് തുടങ്ങി അണ്ടർലൈൻ ചെയ്യാട്ടോ. പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ ആ സെന്റൻസ് മാത്രം. മറ്റേത് രണ്ടെണ്ണം ആ സെന്റൻസുകളുടെ തുടക്കം തുടങ്ങി ആകെ ഒരേ സെന്റൻസ് ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞോട്ടെ. അടുത്തത് and the last one, classification on the basis of psychological testing. ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസിൽ 4 ടെസ്റ്റുകളാണ് ഉള്ളത്. ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി ആൻഡ് the last one ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് ക്ലിയർ ആയോ? പറയുന്നത് എന്താണ്? അതായത് പേഴ്സൺസ് പ്രിഫറൻസ് ഫോർ എ സ്പെസിഫിക് ഫീൽഡ് ഓർ ആക്ടിവിറ്റി. ആ ഒരു ആളുടെ താല്പര്യം, ആ ഒരു ജോലി, ആ താല്പര്യത്തോടുള്ള ഒരു ആ ജോലിയോടുള്ള ഒരു താല്പര്യം, ഇന്ന ജോലി കിട്ടി ആ ഒരു ഫീൽഡില് അതിനോട് എത്രത്തോളം ആൾക്ക് താല്പര്യമുണ്ട്, അത് തന്നെയാണ് അത് അളക്കുന്നത്. ഞാൻ വളരെ താല്പര്യത്തോടു കൂടിയാണോ ഞാൻ എന്റെ ജോലി ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ടീച്ചിങ് ആണ്. ഹൗ ഐ എം ഇൻട്രസ്റ്റഡ്, എന്റെ ഇൻട്രസ്റ്റ് ആ പഠിപ്പിക്കുന്നതിനോടുള്ള എന്റെ ഇൻട്രസ്റ്റ് മെഷർ ചെയ്യുന്നു, അളക്കുന്നു. അത് അളക്കുന്നതിന് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ? സിമ്പിൾ ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. നമ്മള് ഒരു ജോലി ചെയ്യുമ്പോ താല്പര്യത്തോടുകൂടി ചെയ്യുമ്പോൾ നമ്മളിപ്പോ എന്തിനാ പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ പോയി ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മുടെ വീടുകളിൽ നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു താല്പര്യത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളൊരു ജോലിയില് വീട്ടില് അടുക്കളയിൽ എന്തെങ്കിലും ഒരു കറിയോ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സന്തോഷത്തോടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ അതിന് ഒന്നും ചേർത്തില്ലെങ്കിൽ നല്ല രുചി ഉണ്ടാവും. അങ്ങനെയല്ലേ എല്ലാവരും പറയാ അല്ലെ? നല്ല രുചി ഉണ്ടാകും. അതേസമയം നമ്മള് ഇതെങ്ങനെ ചെയ്തു തീർത്തിട്ട് എന്റെ ഉള്ളിൽ നിന്ന് ചാടി പുറത്തു പറയാൻ മതി, ഞങ്ങൾക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ ഇതാണ് എന്റെ ഉള്ളിൽ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റവും പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ടേസ്റ്റ് മേക്കർ നമ്മൾ ആഡ് ചെയ്താലും അതിന് യാതൊരു രുചി ഉണ്ടാവില്ല നമ്മൾ പറയാറില്ലേ? വെറുതെ ആണെങ്കിലും പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ താല്പര്യമാണ്. അപ്പൊ എത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞാൻ എന്റെ ജോലി ചെയ്യുന്നത് അല്ലെ? അത് അളക്കുന്നത്, അതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അപ്പൊ ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്മാരുടെ സ്വഭാവ രീതി പെരുമാറ്റം അതനുസരിച്ചിട്ടാണ് ഈ 4ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ. ഏതൊക്കെയാ? ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, ഈ 4 ടെസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്. ടെസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് ടെസ്റ്റ് എന്താ പറയാ വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 4ആയിട്ടാണ്. സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ്. കേട്ടാ, 4 അല്ല 3 ഓക്കെ, 3 അങ്ങനെ പറയാം. അവിടെ ഒരു ചെറിയൊരു കാര്യം വന്നിട്ടുണ്ട്. ആവർത്തിച്ച് ഇടയ്ക്ക് കയറി ഇങ്ങനെ വന്നിട്ടുണ്ട് 2 പ്രാവശ്യമായിട്ട്. ഐ തിങ്ക് 3 നമ്പർ റോമൻ 3 തരമുണ്ട്. പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. ഇവിടെ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിൽ ഇരിക്കുന്ന നോട്ടില് ഇവിടെ ഉണ്ട്. അങ്ങനെ
അത് വേണ്ട, അത്രയും അതൊന്ന് സ്ട്രൈക്ക് ചെയ്തേക്കാം. പഴയ ബുക്ക് ഉള്ളവരുടെ കയ്യിൽ ചിലപ്പോൾ ഇത് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ടാവും. ആ ബുക്കിൽ ഇത് രണ്ടാമത് കയറി ടൈപ്പിംഗ് വന്ന മിസ്റ്റേക്ക് ആണ്, കയറി വന്നതാ. അപ്പൊ നമ്മളത് തിരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വേണ്ടാന്നുള്ളത്. ചില ആളുകൾക്ക് പുതിയ ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അവരുടെ കയ്യിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. ഇല്ലാത്തുള്ളവര് കുഴപ്പമില്ല, അങ്ങനെ തന്നെ നടന്നുണ്ട്. ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്ന ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് രണ്ടാമത്തെയാ. പിന്നെ മൂന്നാമത്തെ പ്ലേസ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് അത് വീണ്ടും 4 നമ്പർ ഇട്ട് വന്നത്. അത്രയും വേണ്ട, അത്രയും ഇല്ല. 1, 2, 3 ആ നമ്പർ വരെ മതി. ബാക്കിയുള്ളതൊന്ന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്തേക്കാം. ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. സെലക്ഷൻ ചെയ്തിരിക്കുന്ന അത്രയും ഭാഗം വേണ്ട. ഓക്കെ, അപ്പൊ ഓൺ ദ ബേസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്, ടെസ്റ്റിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാ സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആൻഡ് പ്ലേസ്മെന്റ് ടെസ്റ്റ് കേട്ടോ. അപ്പൊ നോക്കാം, സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് വേണ്ടിയിട്ട് ടു സെലക്ട് ആപ്റ്റ് കാൻഡിഡേറ്റ്സ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. അത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് കൃത്യമായ ആളെ, ആപ്റ്റ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുക. അതാണ് സെലക്ഷൻ ടെസ്റ്റ്. ഒന്നാമത്തെ അണ്ടർലൈൻ ചെയ്യണം, ആവശ്യമുള്ളതാണ്. ഓരോ ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, അതുപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇപ്പൊ പറഞ്ഞു സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റ് എന്താണ്? ടു സെലക്ട് ആപ്റ്റ് കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ്. ഒരു ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. അതായത് എന്താ പറയാ, ഈ ആളുകൾക്ക് ഇപ്പൊ നമ്മള് ഒരു ജോലി ഇങ്ങനെ സെവറൽ പോസിബിൾ അസൈൻമെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ ജോലിനെ പല പല അസൈൻമെന്റുകളായിട്ട് ഒരാൾക്ക് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ടു ഡു ഹിസ് ബെസ്റ്റ്. ആളുടെ കറക്റ്റ് ആയിട്ട് അത് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഒറ്റയടിക്ക് ഒരു ജോലി കൊണ്ട് മുഴുവനോട് അങ്ങോട്ട് കൊടുക്കാറുണ്ട്. ആ ജോലിനെ ഇങ്ങനെ പതുക്കെ കുഞ്ഞു സെഗ്മെന്റുകളായിട്ട് ഒരു കഷ്ണമൊക്കെ ആയിട്ട് കൊടുക്കുക. സോ ദാറ്റ് എന്ത് പറ്റും, കുറച്ചായിട്ട് കൊടുക്കുമ്പോൾ അവരത് വളരെ എന്താ പറയാ എബിലിറ്റിയോടുകൂടി വളരെ എന്താ പറയാ കൃത്യമായിട്ട് തെറ്റൊന്നുമില്ലാതെ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ നോക്കും. ഒരു ലോഡ് വർക്ക് വരുമ്പോഴാണ് നമ്മൾക്ക് എന്ത് പല രീതിയിലും തെറ്റുകൾ വരിക, അല്ലെ പോരായ്മകൾ വരിക, അല്ലെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് നടത്തുക. സ്പെഷ്യൽ കൺസിഡറേഷൻസ് ആർ ഗിവൺ ടു ഡിസൈഡ് വിച്ച് ഓഫ് ദി സെവറൽ പോസിബിൾ സെഗ്മെന്റ്സ് അസൈൻമെന്റ്സ്. അതായത് കൊടുക്കുന്ന ജോലികൾ എങ്ങനെയൊക്കെ നമ്മൾ പോസിബിൾ ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തിന്? ടു ഡു ഹിസ് ബെസ്റ്റ്, അത് നന്നായി ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക, സെഗ്മെന്റുകളായിട്ട്. അങ്ങനെ വരുമ്പോ അവർക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പ്ലേസ്മെന്റ് ഓർ ഡിസിഷൻ എന്ന് പറയുന്ന ടെസ്റ്റ് ആണ്. അതെന്താ? ഒരാളുകൾക്ക് അസൈനിങ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞില്ലേ. അതിന് പകരം എന്താ പറയാ, അസൈനിങ് എ പേഴ്സൺ ഡിഫറെന്റ് ലെവൽസ് ഓഫ് വർക്ക്. ഒരു വർക്കിന്റെ പല ലെവല് കൊടുക്കുക. എന്താ, ഇപ്പൊ ഒരു ജോലി കൊടുത്തിട്ട് അത് കഷ്ണമായിട്ട് കൊടുക്കുകയല്ല, പകരം പല ലെവൽസ് ഓഫ് വർക്ക്. ഇപ്പൊ ഈ ലെവലിൽ ഇരുന്ന് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ലെവൽ കൊടുക്കുക. അപ്പൊ ഒരു മൊണോട്ടണി ബോർഡർ അല്ലെ, ബോറടിക്കുക ഒരേ കാര്യം തന്നെ ചെയ്യുന്നതിനേക്കാള് മറ്റൊരു ലെവലിലേക്ക് കടക്കുമ്പോൾ ആൾക്ക് അതിലൊരു പുതുമ തോന്നും. അപ്പൊ അത് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ തോന്നും. മനസ്സിലായോ? അപ്പൊ ഒരു പുതുമയും തോന്നും, അതോടൊപ്പം തന്നെ ആൾക്കത് കൃത്യമായിട്ട് ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റ് ആണത്. ഒരു ജോലിയിൽ നിന്ന് അസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് ആയിട്ട് കൊടുക്കുക, റാദർ ദാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക്. പല തരത്തിലുള്ള ജോലി കൊടുക്കാതെ ഡിഫറെന്റ് ലെവൽ. ഒരു ജോലിയാണ്, പക്ഷെ ആ ലെവലില് മാറ്റി കൊടുക്കുക, ലെവൽ മാറ്റി കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അതാണ് എന്തെന്ന് വിളിക്കുക, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ 3 ടെസ്റ്റുകളാണ് ഏതിന്റെ ബേസിസിലുള്ളത്? യൂസ് ഓഫ് ടെസ്റ്റ്. ടെസ്റ്റിന്റെ യൂസിന്റെ ബേസിസിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ബാക്കി വന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. നമ്മളത് സ്ട്രൈക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അടുത്തത് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ 3ആമത്തെ ക്ലാസിഫിക്കേഷൻ. അവിടെ വരെ ബുക്കായിട്ടോ പറയാം ഞാൻ. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യാനെല്ലാമുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്തത് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ആ വേർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഒരു വർക്ക്, ഒരു ജോലി എന്ത് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമില് ആ ആളുടെ ജോലി എത്രത്തോളം ആള് ചെയ്തു, സിംഗിൾ ആയിട്ട് ഒരു വ്യക്തി എത്രത്തോളം ആ ജോലി ചെയ്തു, എങ്ങനെ ചെയ്തു, അല്ലെ, എത്ര ബ്രില്യന്റ് ആയിട്ടാണ് ചെയ്തേക്കണേ, അല്ലെ, അല്ലെങ്കിൽ വെറുതെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കി എന്നുള്ള ലെവൽ മാത്രമാണോ, അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത്.
എന്താ ടെസ്റ്റ് ഇൻ വിച്ച് എ സിംഗിൾ ഇൻഡിവിജ്വൽ ഈസ് ടെസ്റ്റഡ് അറ്റ് എ ടൈം. സിംഗിൾ ഇൻഡിവിജ്വലിനെയാണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നു. അയാളുടെ ബിഹേവിയർ, അയാളുടെ ജോലി, ആ ഒരു ടെസ്റ്റിംഗ് പീരീഡിൽ ആളുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുക, ഒരാളുടെ ഒറ്റ വ്യക്തിയുടെ. അതേസമയം ഗ്രൂപ്പ് ടെസ്റ്റ് എന്തായിരിക്കും, അതൊരു ഫോർമാറ്റിലാണ് നടത്തുന്നത്. ഗ്രൂപ്പ് ടെസ്റ്റ് ഒരു പ്രത്യേക രീതിയിലായിരിക്കുള്ളൂ. അതെങ്ങനെയാ, അത് ഇൻഡിവിജ്വൽസിന്, ഓരോ വ്യക്തികൾക്ക് അവരുടേതായ റെസ്പോൺസുകൾ പറയാനും അറിയിക്കാനുള്ള സൗകര്യം കൊടുക്കും. അപ്പൊ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു 5-6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് എന്തെങ്കിലും ഒരു ജോലി അസൈൻ ചെയ്ത് കൊടുത്തേക്കാന്ന് വിചാരിക്കാം. അവര് എല്ലാവരും കൂടിയാണ് അത് ചെയ്യണേ. പക്ഷെ ആൻഡ് ഓൾസോ അങ്ങനെ എല്ലാവരും കൂടി ചെയ്യുമ്പോഴും ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ റെസ്പോൺസ് പറയാനോ അറിയിക്കാനോ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ വർക്ക്, അവർക്ക് എത്ര മെമ്പേഴ്സ് ഗ്രൂപ്പിനകത്തുണ്ടോ അവരുടെ എന്താ പറയാ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിഹേവിയറിന് അവിടെ പ്രാധാന്യമില്ല. ഏത് രീതിയിലാണ് അവർ പ്രവർത്തിച്ചോട്ടെ, പക്ഷെ എല്ലാവരും കൂടിയാണ് ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ വി ക്യാൻ ഓൾസോ മേക്ക് റെസ്പോൺസസ് ഇൻഡിവിജ്വലി. നമുക്ക് നമ്മുടേതായ റെസ്പോൺസസ് ഇൻഡിവിജ്വൽ ആയിട്ട് അറിയിക്കാനുള്ള ഒരു ഇതുണ്ട്. അതിനെയാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്പായിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിൽ ഇൻഡിവിജ്വൽ ടെസ്റ്റ് വരും. ഓരോ വ്യക്തികളെ മാത്രം ടെസ്റ്റ് ചെയ്യുന്നു, അവരുടെ ബിഹേവിയർ ഒക്കെ ടെസ്റ്റ് ചെയ്യും. ഇൻഡിവിജ്വലിനകത്താണ് ബിഹേവിയർ ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഗ്രൂപ്പിനകത്ത് ബിഹേവിയർ ടെസ്റ്റ് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ക്ലിയർ ആയോ? ടെസ്റ്റിങ്, സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് ബ്രോഡ് ആയിട്ട് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 3 തരംതിരിച്ചിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, ഓൺ ദ ബേസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്, മൂന്നാമത്തേത് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഈ ഓരോന്നിലും അതിൽ മൂന്നാമത്തേലും മാത്രം വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ഒന്നാമത്തേലും രണ്ടാമത്തേലും വേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തേല് 4 സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്. രണ്ടാമത്തേല് സെലക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്ലേസ്മെന്റ് എന്നീ പറയുന്ന 3 ടെസ്റ്റുകൾ. ക്ലിയർ ആയോ? ഇത്രയും വരെ ഇൻഡിവിജ്വൽ ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റും അണ്ടർലൈൻ ചെയ്തേക്കാം. ഇൻഡിവിജ്വൽ ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റും ഓരോ സെന്റൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് ഇൻ വിച്ച് എ സിംഗിൾ ഇൻഡിവിജ്വൽ ഈസ് ടെസ്റ്റഡ് അറ്റ് എ ടൈം ആൻഡ് ഓൾസോ ഒബ്സർവ് ഹിസ് ബിഹേവിയർ. അത്ര മതി, ബിഹേവിയർ വരെ മതി. ഓക്കെ. രണ്ടാമത്തേതില് ഗ്രൂപ്പ് ടെസ്റ്റ് ആർ നോർമലി ഡൺ ഇൻ എ ഫോർമാറ്റ് വിച്ച് എനേബിൾസ് ഇൻഡിവിജ്വൽ ടു റെക്കോർഡ് ഹിസ് ഓൺ റെസ്പോൺസസ്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ റെക്കോർഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ഗിവൺ ടു എ മെമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് സ്പെഷ്യൽ നീഡ് ഓഫ് ഒബ്സർവിംഗ് ദെയർ ബിഹേവിയർ. സ്പെഷ്യൽ ആയിട്ട് അവരുടെ ഓരോരുത്തരുടെയും ബിഹേവിയർ ഒബ്സർവ് ചെയ്യാതെ തന്നെ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ, റെസ്പോണ്ടുകൾ ചെയ്യാം, റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് ഗ്രൂപ്പ് ടെസ്റ്റിന്റെ പ്രത്യേകത. അത് അങ്ങനെ ഫുള്ളും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, മനസ്സിലായോ? സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കണ്ടത്. അടുത്ത പോകാം. കുറച്ച് 5-7 മിനിറ്റ് ഉണ്ട്, വെറുതെ കളയണ്ട. ഇന്റർവ്യൂ, അതൊക്കെ സിമ്പിൾ ആണ് ഇനി വരുന്നതൊക്കെ. ഇന്റർവ്യൂ എന്താണ്? ഇന്റർവ്യൂ എന്താ? ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോർമൽ മീറ്റിംഗ്. ഒരു എന്താ പറയാ, ഔപചാരികമായ ഒരു മീറ്റിംഗ് ആണ്. ആരുമായിട്ടുള്ളത്? ചിലപ്പോ ഒന്നോ അതിലധികമോ ആളുകള് എന്ത് ചെയ്യുന്നു, ഒരാള് ഇന്റർവ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നോ അതിലധികം ആളുകൾ ഇരുന്നിട്ട് ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇതൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ഇന്റർവ്യൂ ഇസ് എ ഫോർമൽ മീറ്റിംഗ് വേർ വൺ ഓർ മോർ പേഴ്സൺസ് ക്വസ്റ്റ്യൻസ് ഓർ അസസ് അനദർ പേഴ്സൺ. ഒന്നോ അതിലധികമോ ആളുകൾ ഇരുന്നിട്ട് ഒരാളെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഫോർമൽ മീറ്റിംഗിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർവ്യൂ എന്ന് വിളിക്കുക. പ്ലീസ് അണ്ടർലൈൻ ദാറ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സിമ്പിൾ അല്ലേ അത്? ഫോർമൽ മീറ്റിംഗ് ആണ്. ഒന്നോ അതിലധികം ആളുകൾ ഇരുന്നിട്ട് മറ്റൊരാളെ ഇന്റർവ്യൂ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അടുത്തത്, ഇനി ഈ സെലക്ഷന്റെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, സെലക്ഷന്റെ ഒരു ടൂൾ, ഒരു ഉപകരണം, സെലക്ഷൻ ചെയ്യാനുള്ള ഒരു ടൂൾ, ഒരു ഉപാധിയാണ് ഇന്റർവ്യൂ. അല്ലെ? നമ്മൾ ഇന്റർവ്യൂ ചെയ്തല്ലേ ആളുകളെ സെലക്ട് ചെയ്യാം. അപ്പൊ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് എന്ത്? സെലക്ഷൻ ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് എന്ത്? ഇന്റർവ്യൂ. വാക്ക് സെലക്ഷൻ ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് എന്ത്? ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതാണ് അടുത്ത സെന്റൻസ് പറഞ്ഞേക്കുന്നത്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടൂൾ, സെലക്ഷൻ ടൂൾ ഈസ് പ്രോബബ്ലി ദ ഇന്റർവ്യൂ. മനസ്സിലായോ? സെലക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും എന്താ പറയാ, കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന മറ്റേത് ഓർഗനൈസേഷനും ആളുകൾ ഇപ്പൊ റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്
പുതിയ പുതിയ കാൻഡിഡേറ്റ്സിന് വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട് ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏക മാർഗം, ഏക ഉപാധി, ഏക ഉപകരണം അത് ഇന്റർവ്യൂ ആണ്. ഓക്കെ, അപ്പോ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താ പറയാ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സെലക്ഷൻ എന്ന് പറയുന്നതും അത്രയൂടെ എളുപ്പമുള്ള കാര്യമല്ല. സെലക്ഷൻ ഇസ് എ കോംപ്ലക്സ് ടെക്നിക്. മനസ്സിലായോ? സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് വി ഹാവ് ടു കളക്ട് ഓൾ ദ റെലവന്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, അതായത് ആപ്ലിക്കന്റിന്റെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ്, അതുപോലെ തന്നെ അവരുടെ സ്വഭാവങ്ങള്, അതുപോലെ തന്നെ അവരെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ കളക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമല്ലേ സെലക്ഷൻ സമയത്ത്. അതുകൊണ്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല സെലക്ഷൻ എന്ന് പറയുന്നത്. അതൊരു കോംപ്ലക്സ് ടെക്നിക് ആണ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് അതിനെ ലഘൂകരിക്കാൻ, ഏത് നമ്മളുടെ സെലക്ഷൻ ടെക്നിക്കിനെ കുറച്ചും കൂടി എന്താ പറയാ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ, കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഭാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് അപ്പൊ ഇന്റർവ്യൂ. ഇന്റർവ്യൂ is defined as a selection technique which enables the employer to view the total individual and appraise him and his behavior. ഒരു വ്യക്തിയെ ആളുടെ ബിഹേവിയർ എങ്ങനെയാണ്, ആളെ കുറിച്ചുള്ള അപ്രീസിയേഷൻസ്, അപ്രൈസൽസ് ഒക്കെ എംപ്ലോയർ നടത്തുന്ന ഒരു ടെക്നിക്. അതിനെയാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് മറ്റൊരു രീതിയിൽ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡെഫിനിഷൻസ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഒരു ഇന്റർവ്യൂ ഇസ് എ ഫോർമൽ മീറ്റിംഗ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഇന്റർവ്യൂ ഇസ് ഡിഫൈൻഡ് ആസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതും അണ്ടർലൈൻ ചെയ്യാം. So during the interview time, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? The employer at the time of interview have to collect each and every amount of information. എത്രത്തോളം ഇൻഫർമേഷൻ കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പറ്റുമോ അത്രയും ഡീറ്റെയിൽസ് ആളിൽ നിന്ന് കണ്ടെത്തണം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ സ്യൂട്ടബിലിറ്റി ഓഫ് എ ജോബ് അണ്ടർ കൺസിഡറേഷൻ. ആൾക്ക് വേണ്ടി മാറ്റിവെച്ചേക്കണ ജോലി എന്താണോ ആ ജോലിക്ക് വേണ്ട ആളാണോ ഈ മുന്നിൽ ഇരിക്കണേ എന്നുള്ളത് കണ്ടെത്തുന്നത് വരെ അതനുസരിച്ചുള്ള ഡാറ്റ ആളുടേത് കളക്ട് ചെയ്യണം. മനസ്സിലായോ? വന്നിരിക്കുന്നതിന്റെ പേരും വീടും അഡ്രസ്സും മാത്രം ചോദിച്ചിട്ട് അത് കിട്ടാൻ കാര്യമില്ല. കാരണം നമ്മൾ ഇങ്ങനത്തെ ജോലിക്കുള്ള ഇന്റർവ്യൂ ആണോ നടത്തുന്നത്, ആ ജോലിക്ക് ഈ പറയുന്ന മുന്നിലിരിക്കുന്ന കാൻഡിഡേറ്റ് ആണോ എന്നറിയണ്ടേ. സോ അതിനു വേണ്ടി തക്കതായ എല്ലാ ഇൻഫോർമേഷൻസും നമ്മുടെ ഇന്റർവ്യൂവർ കണ്ടെത്തിയിരിക്കണം. അതാണ് ഇന്റർവ്യൂവിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ. ആൻ ഇന്റർവ്യൂ attempts to secure a maximum amount of information from the candidate concerning his suitability for the job under consideration. Underline ചെയ്തോ? യെസ്. ഇനി അപ്പൊ ഇനി നമ്മൾ നേരത്തെ സെലക്ഷന്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ടൈപ്സ് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇനി മറ്റൊന്നാണ് ഇന്റർവ്യൂവിന്റെ ടൈപ്സ്. ഇന്റർവ്യൂ നമ്മൾ വിചാരിക്കും എല്ലാ ഇന്റർവ്യൂസും ഒരുപോലെയാണെന്ന്. പക്ഷെ നമ്മൾ ഇവിടെ കേൾക്കാൻ പോകുന്ന ഇന്റർവ്യൂ കേൾക്കുമ്പോൾ വിചാരിക്കും ഇങ്ങനെയും ഒക്കെ പലതരത്തിൽ ഇന്റർവ്യൂ ഉണ്ടോ. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്. ഇന്റർവ്യൂ ഏതൊക്കെ തരത്തിലുണ്ട്? ഒന്നാമത്തേത് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ as the name indicates, ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പാറ്റേൺഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നല്ല പാറ്റേണിലായിരിക്കും അത് ഉണ്ടാക്കിയത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് ഇന്റർവ്യൂ. നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യും, എന്തൊക്കെ ചോദിക്കണം അല്ലെ, അങ്ങനെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫോം അതിനുവേണ്ടി ഉണ്ടാക്കി വെക്കും. ഇങ്ങനെയൊക്കെയാണ് ചോദിക്കേണ്ടത്. അപ്പൊ ചോദ്യത്തിന്റെ ആ ഒരു രീതി എങ്ങനെയൊക്കെയാണ്? ആദ്യത്തെ ചോദ്യം ചെയ്ത് അതിൽ നിന്നും നമ്മുടെ ആവശ്യത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ ചാടി 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 പതുക്കെ പോകുന്ന രീതിയിൽ. അല്ലാണ്ട് ആദ്യം ഒരു ചോദ്യം ചോദിച്ചു പേരെന്താ, അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ എന്താ പറയാ അതുമായി ഒരു കണക്ഷനും ഇല്ലാത്ത മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരു തരം ഇന്റർവ്യൂ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ, അതിനെ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്നും പറയാറുണ്ട് കേട്ടോ പേര്. അപ്പൊ പാറ്റേൺഡ് ഇന്റർവ്യൂ, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ, അതും അതിന് പേരുണ്ട്. കാരണം അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് പറയാം. ഇറ്റ്സ് അതന്നെ അത് എന്ത് ചെയ്യുന്നു? ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇന്റർവ്യൂ ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ കീപ്സ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. എന്തിനാണ്? ഒരു പ്രിസൈസ്ഡ് ഫോമില്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ വലിച്ചു വാരി ചോദിക്കാതെ ഒരു പ്രിസൈഡ് ഫോമില്, അതുപോലെ ഒരു അക്യുറസി കീപ്പ് ചെയ്യാൻ, കൃത്യത സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു നേരത്തെ കൂടി പ്ലാൻ ചെയ്ത രീതിയിൽ ചോദ്യമൊക്കെ ഉണ്ടാക്കി തയ്യാറെടുത്ത് ഇരിക്കുന്നു. അതാണ്, അതുകൊണ്ട് അതിനെ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറയാ നമ്മുടെ പാറ്റേൺഡ് ഇന്റർവ്യൂ, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ, മൂന്ന് പേര് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു പേര് തന്നിട്ട് അതിന്റെ മറ്റേ പേര് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. പാറ്റേൺഡ് ഇന്റർവ്യൂവിന് പ്രത്യേകത പ്രീ പ്ലാൻഡ് ടു എ ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി ആൻഡ് പ്രിസിഷൻ. അതാണ് ഇതിന്റെ പ്രത്യേകത. പ്രീ പ്ലാൻഡ് ആണ്.
ഓക്കെ, അടുത്തത് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തണുള്ളൂ. നോൺ ഡിറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ ആണ്. നോൺ ഡിറക്റ്റീവ് ഫ്രീ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഇവിടെ എന്താണ്, ഇതില് നമ്മൾ ഒന്നാമത്തെ പറഞ്ഞതുപോലെ ഒരു പ്രിസൈസ്ഡ് അല്ലെങ്കിൽ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ ഇല്ല, ഒരു നേരത്തെ കുട്ടിയുള്ള ഒരു പ്രീ പ്ലാനിങ് ഇല്ല, ഒരു ഫോർമാറ്റ് ഇല്ല, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് രൂപമില്ല ഈ ഒരു ഇന്റർവ്യൂവിന്. ഇവിടെ ഈ ആപ്ലിക്കന്റിനോട് സം ജനറൽ ക്വസ്റ്റ്യൻസ്, ചില പൊതുവായ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആപ്ലിക്കന്റ് ക്യാൻ റിപ്ലൈ ദ ആൻസേഴ്സ് എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം ആർക്ക്, ആപ്ലിക്കന്റിന്. ആൻഡ് വിൽ ടേക്ക് സം കൺസിഡറബിൾ ലെങ്ത് ഓഫ് ടൈം. അതിന് ചിലപ്പോൾ കുറച്ച് സമയം കൂടുതലും എടുക്കും. മറ്റേതെന്താ, അതിനധികം സമയം എടുക്കില്ല, പാറ്റേൺ ഉണ്ട്. കാരണം ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമില് എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തയ്യാറാക്കി നേരത്തെ കൂടി പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ട് ഈച്ച് ആൻഡ് എവറി കാൻഡിഡേറ്റിന് വലിയ സമയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ ടൈമില് അധികം വ്യത്യാസമൊന്നുമില്ലാതെ ലെങ്ത് ഒന്നും കൂടാതെ കുറയാതൊക്കെ ഒരേ ടൈമിൽ, ഇപ്പൊ ഒരാൾക്ക് 10 മിനിറ്റ് ആണെങ്കിൽ എല്ലാവർക്കും 10 മിനിറ്റ് ഒക്കെ തന്നെ വീതം എടുക്കുന്നുള്ളൂ. അതേസമയം രണ്ടാമത്തേല് ഫ്രീ ഇന്റർവ്യൂല് അത് ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും. ചിലർക്ക് വളരെ കുറച്ച് സമയം എടുക്കും, ചിലർക്ക് കൂടുതൽ സമയം എടുക്കും. കാരണം ചില ആൾക്കാരോട് ചിലപ്പോൾ ചോദിച്ചു വരുമ്പോൾ അവരുടെ റിപ്ലൈസിൽ നിന്ന് മറ്റൊരു ചോദ്യം ചിലപ്പോൾ ഉന്നയിക്കാനായിട്ട് തോന്നിയേക്കാം. അപ്പൊ എന്ത് ചെയ്യും, അത് കണക്ട് ചെയ്ത് വേറെ ചോദിക്കും. അപ്പൊ ചില ആളുകൾക്ക് ചിലപ്പോൾ സമയം കൂടുതൽ വരും. ചില ആൾക്കാരോട് വേറെ ചിലപ്പോൾ അധികം ചോദിക്കാൻ കണക്ട് ചെയ്ത് ചോദിക്കാനുണ്ടാവില്ല. അപ്പൊ അവരുടെ വേഗത്തിൽ തീർക്കും. അതാണ് ഫ്രീ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത. നോൺ ഡിറക്റ്റീവ് ഓർ ഫ്രീ ഇന്റർവ്യൂ. ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോട്ട് ഹാവിംഗ് എ പ്ലാൻഡ് ഫോർമാറ്റ്. ഒരു പ്ലാൻഡ് ഫോർമാറ്റ് ഒന്നുമില്ല. ഇവിടെ ആപ്ലിക്കന്റ് വിൽ ബി ആസ്ക്ഡ് സം ജനറൽ ക്വസ്റ്റ്യൻസ്. കുറെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ആപ്ലിക്കന്റിനോട് ചോദിക്കുക. ആൻഡ് ദ റിപ്ലൈസ് അവർക്ക് വിൽ ബി ഡൺ അക്കോർഡിംഗ് ടു കൺസിഡറബിൾ ലെങ്ത് ഓഫ് ടൈം. അവർക്ക് ഇഷ്ടമുള്ള പോലെ ആവശ്യത്തിന് സമയം എടുത്തൊക്കെ ഉത്തരം പറയാം. അപ്പൊ സമയം വേരിയേഷൻസ് ഓരോ ആപ്ലിക്കന്റിനും ഉണ്ടായിരിക്കും. ആദ്യത്തെ ആൾക്ക് ചിലപ്പോൾ 5 മിനിറ്റ് എടുത്തുള്ളൂ, രണ്ടാമത്തെ ആൾക്ക് ചിലപ്പോൾ 10 മിനിറ്റ് എടുത്തു, മൂന്നാമത്തെ ആൾക്ക് 3 മിനിറ്റ് എടുത്തുള്ളൂ. മനസ്സിലായോ? അവിടെ ടൈം വേരിയേഷൻസ് കൂടുതലായിരിക്കും. കാരണം ഒരു ഫോർമാറ്റിലല്ല ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോ ഇന്റർവ്യൂവിന്റെ ടൈപ്സ് നമ്മൾ ഇന്ന് രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഓർ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ ഒന്നാമത്തെ, ഫ്രീ ഇന്റർവ്യൂ അല്ലെങ്കിൽ നോൺ ഡിറക്റ്റീവ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ വരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. വായിക്കാനൊക്കെ ഉള്ളൂ, വെറുതെ വായിച്ചു നോക്കിയാലും കിട്ടുന്നത് ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. സോ സീ യു. അടുത്ത ദിവസം കാണാം. Thank you.